വെൽക്കം ബാക്ക് ടു മൈൻഡ് റീപ്രോഗ്രാമിംഗ് പ്രോഗ്രാം. 30 ഡേയ്സ് 30 ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളെ മൈൻഡിനെ എങ്ങനെയാണ് റീപ്രോഗ്രാം ചെയ്ത് സക്സസിലേക്കും അബണ്ടൻസിലേക്കും ഹാപ്പിനെസ്സിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ ഉദ്ദേശം. അപ്പോൾ 30 ഡേയ്സ് കൃത്യമായി ഈ പ്രോഗ്രാം വാച്ച് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അയയ്ക്കുക, നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുക. ഇന്നത്തെ സെഷനിലേക്ക് പോകാം. പ്രോഗ്രാമിംഗ് ടെക്നിക്ക് അല്ലെങ്കിൽ ടൂൾ എന്ന് പറയുന്നത് സെൽഫ് ടോക്ക് ആണ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് സെൽഫ് ടോക്ക്. സെൽഫ് ടോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ എന്നോട് തന്നെ സംവേദിക്കുന്ന, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് സെൽഫ് ടോക്ക് എന്ന് പറയുന്നത്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളോട് അനുനിമിഷം സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കാതിരിക്കുന്ന സന്ദർഭങ്ങളിൽ, നമ്മൾ ഒറ്റയ്ക്കാവുന്ന സന്ദർഭങ്ങളിൽ, നമ്മൾ മാത്രമായിരിക്കുന്ന ലോകത്ത് നമ്മൾ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ അറിയാതെ പോവുകയാണ്. നിരന്തരം നമ്മൾ സംവേദിക്കുന്ന ലാംഗ്വേജ് എന്താണ്? അത് നമ്മുടെ ജീവിതത്തിന് ഏറെ സ്വാധീനിക്കുന്ന ഒരു ഏരിയയാണ്. നമ്മൾ നമ്മളോട് സ്ഥിരമായി പറയുന്നത് എന്താണ്? ഈ സെൽഫ് ടോക്ക് എങ്ങനെയാണ് ഇത്രയും ഇമ്പോർട്ടന്റ് ആകുന്നതെന്ന് ആദ്യം പറയട്ടെ. സെൽഫ് ടോക്കിൽ നിന്നാണ് നമ്മുടെ വിശ്വാസങ്ങൾ, ബിലീഫ് രൂപപ്പെടുന്നത്. നിരന്തരം ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന് കുറച്ച് ദിവസങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് ഞാൻ എന്നോട് തന്നെ പറയുകയാണെങ്കിൽ അതെന്റെ ഒരു വിശ്വാസമായി പരിണമിക്കുകയും ആ വിശ്വാസത്തിൽ നിന്നുമാണ് ചിന്തകൾ രൂപപ്പെടുകയും ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, സെൽഫ് ടോക്ക് എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന്. നമ്മുടെ ചിന്തകൾ ആണ് നമ്മുടെ ജീവിതം ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ തോട്ട് ബിക്കം തിങ്സ്, തോട്ട് ക്രിയേറ്റ് ലൈഫ് എന്ന് നമ്മൾ പല സന്ദർഭങ്ങളിലും കേൾക്കുന്നു, മനസ്സിലാക്കുന്നു. അതാണ് റിയാലിറ്റി. അപ്പൊ എന്റെ ചിന്തകൾ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? എന്റെ സെൽഫ് ടോക്കിൽ നിന്നാണ്. ഞാൻ എന്നോട് തന്നെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? ഒരു നിമിഷം ഒന്ന് നിർത്തിയിട്ട് ഒരു പോസ് എടുത്തിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. എപ്പോഴും നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങളോട് പറയുന്നത് എന്താണ്? എനിക്കിതൊന്നും കഴിയില്ല എന്നാണോ? എനിക്ക് സാമ്പത്തികമായി ഉയരാൻ പറ്റില്ലെന്നാണോ? എനിക്ക് മെച്ചപ്പെട്ട കരിയർ കിട്ടില്ലെന്നാണോ? എന്റെ ലൈഫിലേക്ക് ഒരിക്കലും അബണ്ടൻസ് വരില്ലെന്നാണോ? അല്ലെങ്കിൽ ദാരിദ്ര്യം ആണ് എന്നിലേക്ക് എപ്പോഴും കുഞ്ഞു കൂടുന്നതെന്നാണോ? എന്ത് ചെയ്തിട്ടും വിജയിക്കുന്നില്ലെന്നാണോ? എന്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോയി എന്നാണോ? എനിക്കിവിടെ നിന്ന് കിടന്ന് കഷ്ടപ്പെടാനാണ് വിധി എന്നാണോ? എനിക്ക് മാത്രമാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്നാണോ? തീർച്ചയായിട്ടും ഒരു പക്ഷേ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്നുണ്ടാവും. ഞാനൊന്ന് പറയട്ടെ, വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യമാണിത്. നിങ്ങളുടെ സെൽഫ് ടോക്ക് ഏത് ദിശയിലേക്കാണ് പോകുന്നത്? ആ സെൽഫ് ടോക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഐഡന്റിഫൈ ദാറ്റ്. ഇനി നിങ്ങൾ നെഗറ്റീവായിട്ടാണ് നിങ്ങളോട് സംവേദിക്കുന്നതെങ്കിൽ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ അതെപ്പോഴും സംഭവിക്കുന്നുണ്ടാവും. നമ്മൾ നമ്മളോടാണ് ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുന്നത്. നമ്മൾ നമ്മളുമായിട്ടാണ് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ നമ്മളുമായിട്ടാണ് നിരന്തരം സമ്പർക്കത്തിലിരിക്കുന്നത്, നമ്മുടെ സെൽഫും നമ്മളുമായിട്ട്. അത് നെഗറ്റീവ് ആണെങ്കിൽ, നെഗറ്റീവ് സെൽഫ് ടോക്ക് ആണെങ്കിൽ അതിൽ നിന്നാണ് നിങ്ങളുടെ നെഗറ്റീവ് ബിലീഫ്സ് ഉണ്ടാവും. നിങ്ങളുടെ വിശ്വാസങ്ങളെല്ലാം തെറ്റായിരിക്കും. ആ തെറ്റായ വിശ്വാസങ്ങളിൽ നിന്ന് തെറ്റായ ചിന്തകൾ, നെഗറ്റീവ് ചിന്തകൾ വരുന്നു. ആ ചിന്തകളിൽ നിന്നും നെഗറ്റീവായിട്ടുള്ള തെറ്റായ അല്ലെങ്കിൽ പ്രതികൂലമായ ഫീലിംഗ് വരുന്നു. അത് നമുക്ക് നെഗറ്റീവ് ഇമോഷൻസ് തരുന്നു. തീർച്ചയായിട്ടും നമ്മൾ ഡള്ളായിരിക്കും. ഇനി ഇതൊന്നുമല്ല അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ അട്രാക്ട് ചെയ്യുന്നത് നെഗറ്റീവ് സംഭവങ്ങളായിരിക്കും, നെഗറ്റീവ് റിസൾട്ട് ആയിരിക്കും. രോഗത്തെക്കുറിച്ചാണ് നിരന്തരം നമ്മളുടെ മനസ്സിലെങ്കിൽ തീർച്ചയായിട്ടും രോഗമായിരിക്കും വരിക. ദാരിദ്ര്യമാണ്, അല്ലെങ്കിൽ പണമില്ലാത്തൊരവസ്ഥയാണ്, കഷ്ടപ്പാടാണ്, ഫെയിലുവേഴ്സ് ആണ്, അല്ലെങ്കിൽ എനിക്കതിനുള്ള കഴിവില്ലായ്മ, അതിലാണ് നമ്മുടെ ചിന്തകൾ കൂടുതൽ നമ്മളോടുള്ള സംസാരിക്കുന്നതെങ്കിൽ കഴിവില്ലായ്മയായിരിക്കും കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഇനി ആരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് ഞാൻ നിരന്തരം ചിന്തിക്കുന്നെങ്കിൽ അത് വിശ്വസിച്ചുകൊണ്ട് അതിൽ നിന്നൊരു ചിന്ത വരുന്നത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, എനിക്കാരും സപ്പോർട്ട് സിസ്റ്റം കിട്ടുന്നില്ല, ഇതായിരിക്കും റിസൾട്ട്. സോ ഇന്ന് മുതൽ അതിന് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സെൽഫ് ടോക്ക് എങ്ങനെയാണ് റീപ്രോഗ്രാം ചെയ്യേണ്ടതെന്ന് നോക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാവരും ഇത് അപ്ലൈ ചെയ്ത് നോക്കുക. നമ്മുടെ സെൽഫ് ടോക്ക് എന്താണെന്ന് ആദ്യം അവെയർ ആകുക. എന്റേത് നെഗറ്റീവ് ആണോ? അതിൽ എന്തൊക്കെയാണ് ഞാൻ നിരന്തരം യൂസ് ചെയ്യുന്ന വേർഡ്സ് എന്തൊക്കെയാണ്? ദാരിദ്ര്യമുണ്ടോ? കഷ്ടപ്പാടുണ്ടോ? ബുദ്ധിമുട്ടുണ്ടോ? പരാജയങ്ങളുണ്ടോ? എനിക്ക് മാത്രം ഇങ്ങനത്തെ ഒരു അവസ്ഥ. ആ വേർഡ്സ് എല്ലാം നോക്കുക. നെഗറ്റീവ് ആയാലും മാത്രം പോലെ അതിന്റെ വേർഡ് നോക്കുക. പർപ്പസ്ഫുള്ളി അതിന്റെ പോസിറ്റീവ്
ആയിട്ടുള്ള സെൽഫ് ടോക്ക് നമ്മളിലേക്ക് കൊടുക്കുക. അത് ആദ്യം അവെയർ ആകുക, ഒബ്സർവ് ചെയ്യുക, അത് നെക്സ്റ്റ് അവെയർ ആകുന്നു. ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, എനിക്കൊരു പ്രശ്നമുണ്ട്, അത് എന്റെ നെഗറ്റീവ് സെൽഫ് ടോക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് സമയം തികയുന്നില്ല, എനിക്ക് സമയമില്ല. ഞാനത് പിന്നീട് ഒബ്സർവ് ചെയ്ത് നോക്കുമ്പോൾ എനിക്കൊരിക്കലും ടൈം തികയുന്നില്ല. എനിക്ക് വേണമെങ്കിൽ ഞാൻ ഒന്ന് റീഓർഗനൈസ് ചെയ്ത് ഞാനൊന്ന് അങ്ങനെ അല്ല എന്ന് എന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചതോടുകൂടി അവിടെ ഞാൻ എന്റെ പോസിറ്റീവ് സെൽഫ് ടോക്ക് ബോധപൂർവ്വം നൽകിയതോടുകൂടി എനിക്ക് ഇഷ്ടംപോലെ ടൈമുണ്ട്. അതുപോലെ നമ്മൾ ഓരോരുത്തരിലും കാണും എന്തെങ്കിലുമൊക്കെ സെൽഫ് ടോക്ക് നെഗറ്റീവ് ആകാത്ത ഒരു കുറവാണ്. അത് നമ്മൾ പ്രോഗ്രാം ചെയ്യാൻ അവെയർ ആകുക, ഒബ്സർവ് ചെയ്യുക, ബോധപൂർവം അതിന്റെ പോസിറ്റീവ് സെൽഫ് ടോക്ക് കൊടുക്കുക. ഹെൽത്ത് വൈസ് ആണ് നിങ്ങളുടെ പ്രശ്നം. ഞാൻ ആരോഗ്യത്തോടു കൂടിയാണ് നിൽക്കുന്നത്, ഞാൻ ആരോഗ്യത്തിലാണ്, ഇപ്പൊ ഞാൻ ആരോഗ്യവതിയാണ്, ഞാൻ ആരോഗ്യത്തിലാണ് എന്നുള്ള സെൽഫ് ടോക്ക് ബോധപൂർവം കൊടുക്കുക. ഇനി അതിന് നമുക്ക് സഹായിക്കുന്നതാണ് അഫർമേഷനും ഓട്ടോ സജഷനും. വളരെ സ്ട്രോങ് റൂട്ടഡ് ആയിട്ടുള്ള സെൽഫ് ടോക്ക് ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് അനലൈസ് ചെയ്ത് അതിന് പകരം നമ്മൾ പോസിറ്റീവ് സെൽഫ് ടോക്ക് കൊടുക്കുക. കുറച്ചുകൂടി നമ്മൾ പ്രൊഡക്റ്റീവ് ആയിട്ടാണെങ്കിൽ നമുക്ക് അഫർമേഷൻസ് പറയാം. നമ്മൾ കുറെ കൂടി മൈൻഡ്ഫുൾ ആകാൻ ശ്രമിക്കുക, കുറച്ചുകൂടി ഓട്ടോ സജഷൻസ് കൊടുക്കുക നമ്മളോട് തന്നെ. ഇത്തരം കാര്യങ്ങളെ നമ്മളെ നെഗറ്റീവ് സെൽഫ് ടോക്കിൽ നിന്ന് പോസിറ്റീവ് സെൽഫ് ടോക്കിലേക്ക് കൊണ്ടുപോകും. പോസിറ്റീവ് സെൽഫ് ടോക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അതിന്റെ ഡിഫറൻസ് ബോധ്യമാകും. പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ചേഞ്ച് വരും. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 90 ഡേയ്സ് പ്രാക്ടീസ് ചെയ്യണം. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ 90 ഡേയ്സ് പ്രാക്ടീസ് ചെയ്യണം. ഇന്ന് ഫസ്റ്റ് ഡേ നമ്മൾ പഠിച്ച സെൽഫ് ടോക്കിനെ കുറിച്ചാണ്. അപ്പൊ നിങ്ങൾ ഒന്ന് നോട്ടാക്കി വെക്കുക, നിങ്ങളുടെ സെൽഫ് ടോക്ക് ഐഡന്റിഫൈ ചെയ്യുക, പോസിറ്റീവ് സെൽഫ് ടോക്ക് കൊടുക്കുക, ഇംപ്ലിമെന്റ് ചെയ്യുക. നാളെ മറ്റൊരു റീപ്രോഗ്രാമിംഗ് ടൂളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ.